പ്രൈസ് ദ ലോർഡ്. വിധവയായ അമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. അവൻ വളരെ മിടുക്കനായിരുന്നു. ദൈവിക കാര്യങ്ങളിലും പഠനത്തിലുമെല്ലാം ഏറ്റവും മുൻപിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആശ്വാസമായിരുന്നു അവൻ. അവർക്കൊരൽപ്പം കൃഷിഭൂമിയും ഒരു ചെറിയ വീടുമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത്. ആ കൃഷിസ്ഥലം അമ്മ ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തു. അതിന്റെ വരുമാനം കൊണ്ടാണ് അമ്മയും മകനും ജീവിച്ചിരുന്നത്. രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും അമ്മയും മകനും ഒരുമിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമായി അവർ ജീവിച്ചു വരവേ മകന്റെ ഉപരിപഠനത്തിന്റെ സമയമായി. അവന് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന ആഗ്രഹം അവൻ അമ്മയോട് അറിയിച്ചു. അത് കേട്ട അമ്മ ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായതിനാൽ അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന് കരുതി ആകെ ഉണ്ടായിരുന്ന കൃഷിസ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചു. പാട്ടത്തിന് എടുത്തിരുന്ന ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം തന്നെ വിലക്കെടുക്കാം എന്നറിയിക്കുകയും അതിന് തക്കതായ വില കൊടുക്കുകയും ചെയ്തു. ആകെ ഉണ്ടായിരുന്ന വരുമാനം നഷ്ടപ്പെട്ടതിൽ അമ്മയ്ക്ക് വിഷമം തോന്നിയെങ്കിലും തന്റെ മോനെ വളരെ വിശ്വാസമായിരുന്ന അമ്മ അവൻ പഠിച്ച് നല്ല ജോലിയിലൊക്കെ എത്തിയാൽ എല്ലാം ശരിയാകുമല്ലോ എന്ന് ആശ്വസിച്ചു. മകനും അപ്രകാരം തന്നെ അമ്മയെ ആശ്വസിപ്പിച്ചു. വീട്ടിൽ നിന്നും വളരെ അകലെയാണ് കോളേജ്. അതിനാൽ ഹോസ്റ്റലിൽ നിൽക്കണം. ഇതും അമ്മയ്ക്കും മകനും വല്ലാത്ത വിഷമത്തിന് കാരണമായി. മകൻ പഠനത്തിനായി ഹോസ്റ്റലിൽ താമസം മാറി. അമ്മ തനിയെ വീട്ടിലായി. മകനു വേണ്ടി അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മകന് ഹോസ്റ്റലിൽ പ്രാർത്ഥിക്കാനോ ചർച്ചിൽ പോകാനോ ഒന്നും കഴിയാതെയായി. ദൈവത്തിൽ നിന്നും പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങി. ഹോസ്റ്റലിലെ ജീവിതം ആദ്യമൊന്നും മകന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പതുക്കെ പതുക്കെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മദ്യത്തിലും മറ്റു ദുശീലങ്ങളിലുമൊക്കെ അകപ്പെട്ടു. ആദ്യമൊക്കെ കൂട്ടുകാർ അവരുടെ മദ്യത്തിൽ നിന്നും അവന് കൊടുത്തു. പിന്നെ പിന്നെ അമ്മ ഫീസിനായി തന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നതായ പണം എടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവധിക്ക് വീട്ടിൽ ഓടിയെത്താൻ ഇഷ്ടപ്പെട്ടിരുന്ന മകൻ പിന്നെ പിന്നെ വീട്ടിൽ വരാതെയായി. മകന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയെങ്കിലും ഒരുപക്ഷെ പഠിക്കാൻ ധാരാളം ഉള്ളതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് കരുതി അമ്മ ആശ്വസിച്ചു. എന്നാൽ അധികം താമസിയാതെ പണം മുഴുവൻ കൂട്ടുകാരോടൊപ്പം നശിപ്പിച്ച് ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട മകൻ ഒരു ഭ്രാന്തനെ പോലെ വീട്ടിൽ മടങ്ങി വന്നു. വീട്ടിലെത്തിയതും അവന്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മ കണ്ണുനീരോടെ അവന്റെ കയ്യിൽ നിന്നും മദ്യമെടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അമ്മയെ തള്ളി മാറ്റി. വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായി. മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ച് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദാരിദ്ര്യം കാരണം അമ്മ അടുത്ത വീടുകളിൽ സഹായിക്കാൻ പോയി. കിട്ടുന്ന കാശുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തി വന്നു. എന്നാൽ ആ അമ്മ കൂട്ടിവയ്ക്കുന്ന കാശും മകൻ അമ്മയെ അറിയാതെ എടുത്ത് മദ്യം വാങ്ങാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. സ്വർഗതുല്യമായിരുന്ന തന്റെ വീട് നരകമായി മാറിയതോർത്ത് അമ്മ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും മദ്യപിച്ച് ബോധം നശിച്ചു കിടക്കുന്ന തന്റെ മകന്റെ തലയിൽ കൈവച്ച് അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു ദേവദാസൻ തങ്ങളുടെ വീടിന്റെ അഡ്രസ് അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ് അയൽവാസിയായ സ്ത്രീ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അഡ്രസ്സ് ദൈവം കാണിച്ചു തന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ അദ്ദേഹത്തെ മകന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവദാസൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മദ്യാസക്തിയിലേക്കും മറ്റു പാപപ്രവൃത്തികളിലേക്കും ആ മകനെ വലിച്ചുകൊണ്ടുപോകുന്ന ദുഷ്ടപിശാചിനെ ശാസിച്ചു. പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും ഈ മകനെ സ്വതന്ത്രനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അമ്മയോട് മാപ്പ് പറഞ്ഞു. ദൈവത്തോടും ക്ഷമ ചോദിച്ചു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കടന്നു വന്ന ദേവദാസനോട് നന്ദി പറഞ്ഞു. ആ ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, മകനെ,
മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. തമാശയ്ക്കായി ആദ്യം അല്പം മദ്യം കുടിക്കും, പിന്നെ അതൊരു പതിവായി മാറും. പിന്നെ ആ ദുരാത്മാവ് വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സമാധാനം നഷ്ടപ്പെടും, ജീവിതം തന്നെ കൈവിട്ടു പോകും. ദൈവം മോനെ സ്നേഹിച്ചതുകൊണ്ടും നിന്റെ അമ്മയുടെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനയും മൂലമാണ് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇപ്പോൾ ആ ദുരാത്മാവ് നിന്നെ വിട്ടുപോയി. ഇനി ഒരിക്കലും നീ അതിനവസരം കൊടുക്കരുത്. ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും വിശുദ്ധമായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉപദേശിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. പിന്നൊരിക്കലും ചീത്ത കൂട്ടുകെട്ടിലോ മദ്യപാനത്തിലോ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം ജീവിതം വളരെ ശ്രദ്ധയോടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചത് മൂലം ദൈവം അവനെ അനുഗ്രഹിച്ചു. എൻട്രൻസ് എഴുതി മെറിറ്റിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി നല്ല നിലയിൽ എത്തിച്ചേർന്നു. അമ്മ തൻ്റെ മകൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ജീവിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. മകനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ റോമർ 12:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന്